ഞെട്ടല് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഗംഭീരമാണ്. അത് മമ്മൂക്കയുടെ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ ഓവർ ഇതില്ലാതെ വളരെ കൈയടക്കത്തോടെയാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. പിന്നെ വിനായകൻ്റെ നമ്മൾ സാധാരണ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള വിനായകൻ ആ ഒരു പോലീസ് ഡ്യൂട്ടിയിൽ ശരിക്കും അവർ വളരെ സെറ്റിലായിട്ടുള്ള അഭിനയമാണ്. രണ്ടുപേരും ഓവറാക്കാതെയുള്ള അഭിനയമാണ്. പിന്നെ രണ്ടുപേരും ഒരുമിച്ചുള്ള സീനുകൾ അങ്ങ് തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ അങ്ങോട്ട് കത്തി കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സിഗരറ്റ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, മാനറിസം. അത് ഗംഭീര സംഭവമാണ്. ചെറിയ ചെറിയ സാധനങ്ങളാണ്, പക്ഷേ ഒരുപാട് എക്സ്പ്രഷൻസ് മാറി മറിയുന്ന രീതിയിൽ ഓരോ നായികമാരുടെ കൂടെ ഓരോ രീതിയിലാണ്. മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, നമ്മളൊരു ജെന്റിൽമാൻ ഫാമിലി മാൻ ഇമേജൊക്കെ മമ്മൂട്ടി അങ്ങ് പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ഫീല് എന്തായാലും വരുന്നുണ്ട്. പിന്നെ രണ്ടുപേരും തമ്മിലുള്ള സീനുകളിലേക്ക് വരുമ്പോൾ പടം കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്യാരക്ടർ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ ഒരു വെറൈറ്റി നമുക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും എല്ലാം ഒരു വേറെ രീതിയിലാണ്. ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെയുള്ള ആ ഒരു രീതിയിലുള്ള മേക്കിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടർ ഇൻട്രോ തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് ഷെയ്ഡുകളിലുള്ള ഒരുപാട് നായിക കഥാപാത്രങ്ങളുടെ വേറെ വേറെ സൈക്കോ രീതിയിലുള്ള രൂപമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കാണാത്ത മുഖം എന്ന് നിസ്സംശയം പറയാം. വില്ലത്തരം പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഗംഭീരം എന്ന് പറയാനില്ല, അതിഗംഭീരം എന്ന് തന്നെ പറയണം. കാരണം മമ്മൂക്കയിൽ നിന്ന് ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ച്, കാരണം ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ഇത് അതിനും മുകളിൽ നിൽക്കുന്ന ഒരു ഇൻ്റർവെൽ പഞ്ചാണ് തന്നു നിർത്തിയിരിക്കുന്നത്. ഇനി മുഴുവനായിട്ട് കാണുമ്പോൾ അറിയാം ഇനി ബാക്കി എന്തൊക്കെയാണ് സംവിധായകനും മമ്മൂട്ടി കമ്പനി മാരക ഐറ്റം. അതേപോലെ തന്നെ വിനായകനും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. പക്ഷേ മമ്മൂക്കയുടെ നമ്മൾ ഒരുപാട് പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ഇത് തീയാണ്, ഇനി കാട്ടുതീയാണെന്നാണ് നോക്കേണ്ടത്. കാരണം ഇത് ആളിപ്പടരും, കേരളം മുഴുവനും തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ പടമായി തന്നെ മാറും എന്നുള്ളത്. ഈ സെക്കൻഡ് ഹാഫും കൂടെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് അതിഗംഭീരം, ഒന്നും നോക്കാനില്ല. ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ സംവിധായകൻ മലയാള സിനിമയുടെ ഒരു മുഖമുദ്രയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും